പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോൺ ഈ ചേഞ്ച് വന്നപ്പോഴത്തേക്കും കുറേ നമ്പേഴ്സ് പോയായിരുന്നു. അപ്പം ഞാൻ കമ്പ്യൂട്ടർ TTC പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എന്നെക്കാട്ടും മുതിർന്ന ആളാണ് കുറച്ച്. ഞാൻ പ്രായമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും പേരാണ് വിളിക്കുക. അപ്പം ഞങ്ങൾ 3 പേരാണ് ആ ഒരു ഭയങ്കര കൂട്ടായിട്ടിരിക്കുന്നത്. പിന്നെ വേറൊരാളോടുണ്ട്, പക്ഷെ അവളുടെ ഒരു കോണ്ടാക്റ്റും ഇല്ല. അവൾ ഇച്ചിരി പിണക്കക്കാരിയാണ്, അവളെ തിരക്കില്ല, മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം കുറച്ച് നാൾ ക്ലാസ്സിൽ വരാനിട്ട് പിന്നെ വന്നപ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ സ്നേഹമാണ്, അതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ആ കൂട്ടൊക്കെ ഭയങ്കര ആണ്. അപ്പം ഈ ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നത് ഒരു സ്പെഷ്യൽ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കിൽ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഇവളുടെ വീട്. ഇച്ചിരി ഉള്ളിലോട്ട് നടക്കണം. അപ്പം അവിടെ അമ്മയാണുള്ള അമ്മയുടെ അമ്മ, ഐ തിങ്ക് അമ്മയുടെ അമ്മ, ഓക്കെ അമ്മയുടെ അമ്മ തന്നെയാണ്. അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. 2 നില വീടൊക്കെയാണ്. ഒരിക്കൽ ഒന്നോ രണ്ടോ തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട് അവളുടെ കൂടെ. അപ്പോൾ അമ്മൂമ്മയൊക്കെ നല്ല സ്മാർട്ട് അമ്മൂമ്മയാണ്, നമ്മളോട് ഭയങ്കര കാര്യമാണ്. അപ്പം ഒരു പ്രാവശ്യം അവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഞാനൊരു ദിവസം രാവിലെ ചെന്നിട്ട്, എനിക്ക് കൃഷ്ണൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവം കൃഷ്ണനാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഇവളുമായിട്ട് ആ അമ്പലത്തിൽ പോയി. അവിടെ ആനയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പഴമൊക്കെ വാങ്ങിച്ച് ആനയ്ക്ക് കൊടുത്തു. അന്നാണ് ഞാൻ ആനയൊന്ന് തൊടുന്നത് കേട്ടോ. കുഞ്ഞാനയാണ്, വലിയ പ്രായമൊന്നും ഉള്ള ആനയല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഇവള് ഭയങ്കര കൂട്ടാണ്. അപ്പം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് വലിയൊരു കൊന്നമരമുണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ കായൊക്കെ വീണിട്ട് ഇത് കിളുത്ത് നിൽക്കുമല്ലോ, കൊന്ന കിളുത്ത് നിൽക്കും. അപ്പോൾ ഇവള് ഇത് പറിച്ചു തരും. പറിച്ചു തന്നിട്ട് നീ ഇത് കൊണ്ടുവയ്ക്കടി, നീ കൊണ്ടുവയ്ക്കുന്നത് കിളുക്കും. ഭയങ്കരമായിട്ട് ഓരോ വാക്കിലും ആ സ്നേഹം എന്താണെന്ന് കറക്റ്റായിട്ട് പ്രകടിപ്പിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൾ. അപ്പം അതെടുത്ത് കൊണ്ടുതരും. ഞാനത് അത്ര കാര്യമായിട്ട് തന്നെ ബാഗിൽ വെച്ച് ചെന്നാലുണ്ടെ അമ്മയുടെ കൊടുക്കും. അങ്ങനെ വെച്ച് കിളിപ്പിച്ച 2 കൊന്നമരം ഉണ്ടായിരുന്നു. 2ൽ നിറച്ച് പൂ പിടിക്കുമായിരുന്നു. എന്താ പറയുക, ഈ ഏപ്രിൽ മാസത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊന്നമരമാണല്ലോ. അപ്പം ഇത് നന്നായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പൂ ഇങ്ങനെ തളിർത്ത് വരുന്ന ഒരു ടൈമല്ലേ, ഇലയെല്ലാം കൊഴിഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ കാൽക്കുലേഷൻ ചെയ്യും, ഇത് പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷു ആകുമ്പോഴത്തേക്കും കാണും. അപ്പം നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ആളുകളെല്ലാം നമ്മളോട് ചോദിക്കും. നമുക്ക് ഭയങ്കര ഡിമാൻഡ്, ഭയങ്കര സ്നേഹമായിരിക്കും എല്ലാവരും. അപ്പം എല്ലാവരും ബുക്കിങ്ങാണ്. റോഡിൽ കൂടെ പോകുന്നവരും ബന്ധുക്കളും അടുത്തുള്ളവരും ഒക്കെ ബുക്കിങ്ങാണ്. എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറയും, പൂ വെച്ചേക്കണേ, ഞങ്ങൾക്ക് വെച്ചേക്കണേ. ഓക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും ഈ ആവശ്യമുള്ള കാര്യമാണ്. 2 കൊന്നയിലും ഉണ്ടാകും അത്യാവശ്യം പൂവ്. ഒരെണ്ണത്തിൽ നിറച്ചുണ്ട്, ഒരെണ്ണം ഇത്തിരി ചെറുതാണ്, ഒരെണ്ണത്തിൽ നിറയെ പൂവുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ആ കൊന്ന 2 എനിക്ക് സമ്മാനിച്ചത് ഇവളാണ്, എൻ്റെ ഫ്രണ്ടാണ്. പേരൊക്കെ പിന്നീട് പറയാം. അതൊക്കെ അവൾക്കൊരു സർപ്രൈസായിട്ടിരുന്നാണ്. തെറ്റിപ്പോയി, സോറി. അപ്പോൾ ആ സർപ്രൈസിന് വേണ്ടിയിട്ട് അവളും കാത്തിരിക്കട്ടെ. അവൾക്ക് ഫോണൊക്കെ ആയി കാണുമല്ലോ ഇപ്പം. അപ്പം ഞാനീ പറഞ്ഞു വന്നത് എൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. കാരണം അവൾ നല്ല സ്മാർട്ടാണ്, ഭയങ്കര സ്മാർട്ടാണ്. എന്ത് കാര്യത്തിന് ഇടിച്ച് നിൽക്കുക എന്ന് പറയത്തില്ലേ, അതാണ്. ചില സമയത്തോർക്ക് ഇവളെന്താ ഈ പറയുന്നത്, നമ്മളെന്ത് പറഞ്ഞാലും ഭയങ്കരമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് ആണെങ്കിൽ ആരെങ്കിലും നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പം തന്നെ അതിനൊരു ചില അമ്മൂമ്മമാരൊക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കും. അത് ഞങ്ങൾ ഉച്ച സമയത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്കൊക്കെ വണ്ണം കുറവാണ്. അപ്പം വണ്ണം കുറവുള്ളപ്പോഴത്തേക്കും ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വണ്ണം വയ്ക്കും എന്നൊരറിവ് കിട്ടി ആ കാലത്ത്. അപ്പം ഞങ്ങൾ പൈസ ഞങ്ങൾ 2 പേരുടെയും കൂടെ ഒരാളുടെ ഒരു ദിവസം എൻ്റെ ആണെങ്കിൽ ഒരു ദിവസം അവളുടെ, അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതും ഒരു കാലം. പിന്നെ നമ്മൾക്ക് എന്തും പറയാം, എടുക്കാം എന്ന ഒരു
ഭയങ്കര കൂട്ട്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ കഴിയുമ്പം അന്ന് അവിടെ വെച്ച് നമുക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഓണം ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈസ് ചെയർമാനായിട്ട് എന്നെ പിടിച്ചിരുത്തി. അങ്ങനെ അപ്പം നമുക്കൊരു സ്ഥാനം കൂടെ കിട്ടണമല്ലോ. അപ്പം നമ്മൾ പൂക്കളമിടുന്നതിൻ്റെ ഇത്, പിന്നെ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ചെറിയ കലാപരിപാടി, അതിനൊക്കെ നമ്മൾ പങ്കെടുത്തു. സദ്യയൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും അതിലൊക്കെ പങ്കെടുത്തു. ഭയങ്കര സന്തോഷം. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞു. അവൾക്കും 2 കുട്ടികളുണ്ട്. വിളിക്കും, ഈ നമ്പർ എവിടെയോ ഉണ്ട്. അപ്പം വീട്ടിൽ അന്നൊക്കെ ലാൻഡ് ലൈൻ ഉണ്ട്. ഇപ്പോഴാണല്ലോ ആർക്കും ലാൻഡ് ഫോൺ വേണ്ടാത്തത്. പക്ഷെ അന്ന കാലത്തൊക്കെ ലാൻഡ് ഫോണ് ഭയങ്കര ഒരു ഡിമാൻഡുള്ള കാര്യമാണ്. അപ്പോൾ ലാൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഇപ്പോഴും അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അവളെന്ത് ചെയ്യും, ലാൻഡ് ഫോണിൽ വിളിക്കും. അപ്പം അങ്ങനെ അമ്മയോട് സംസാരിക്കാറുണ്ട്. പിന്നെ വിവാഹത്തിന് എന്നെ വിളിച്ചു, ഞാൻ പോയിരുന്നു. അവൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ ചെന്നായിരുന്നെന്ന് പറഞ്ഞു. അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു. കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ചെന്നേ എന്നൊക്കെ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ നമ്പരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അവളുടെ നമ്പരെല്ലാം പോയിട്ട്, പക്ഷെ അവളുടെ കയ്യിൽ എവിടെയോ സേവ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം എവിടെയോ വാട്സപ്പിലെങ്ങാണ്ട് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് അവൾ എന്നെ മെസ്സേജ് അയച്ചു. ഒരു പ്രാവശ്യം വിളിച്ച് എടുത്തില്ല ഞാൻ. അപ്പം പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, വോയിസ് അയച്ചു. അപ്പം ഞാൻ അങ്ങനെ അപ്പം തന്നെ ഹേമലത പേര് ഞാൻ പറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ പേര് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വോയിസ് അയക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറ്റി ഇപ്പോൾ ചോദിച്ചാൽ പറഞ്ഞാൽ, അവളിപ്പം പഠിക്കാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ അവൾ +2 പഠിക്കുകയാണ്. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം ഒരു വിഷയത്തിന് ഇത്തിരി മാർക്ക് കുറവുണ്ടായിരുന്നു. അങ്ങനെ 1-2 മാർക്കിൻ്റെ ഇതിൽ, പണ്ടത്തെ കാലമല്ലേ, അപ്പം അത് ഫെയിലായിപ്പോയി. അതുകൊണ്ട് വീണ്ടും ഞാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പഠിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞെടി, വളരെ നല്ല കാര്യം. കാരണം നിനക്കങ്ങനെ തോന്നുന്നുണ്ടല്ലോ. കാരണം അന്ന് ഇതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്രകാരമാണ് അവളന്ന് പഠിക്കാൻ വന്നത്. അപ്പോൾ നിനക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഇത്ര വർഷങ്ങൾക്ക് ശേഷം അവൾ പഠിക്കുന്നതെന്നറിയാം. അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം. എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പം ഇവളുടെ കൂടെ തന്നെ എന്നെ അറിയാവുന്ന ആരോ പഠിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ആ ഭാഗത്തുള്ള, അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളാണോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു പേര്, എന്നിട്ടൊരു പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ റിലേഷനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ചിലപ്പം കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പം ഞാൻ എന്നെക്കുറിച്ച് ഒത്തിരി സംസാരിച്ചപ്പം, അനിയനെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും അറിയാം എന്നൊക്കെ. അവിടെ അറിയാവുന്ന ആളാണല്ലോ, ജിമ്മൊക്കെ ഇട്ടിരിക്കുന്ന ആളല്ലേ. അപ്പോൾ അങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, എന്തുമായാലും കുഴപ്പമില്ല, പഠിക്കാൻ തീരുമാനിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിതിപ്പോൾ അത് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തന്നെ വേണം. എല്ലാവരുടെയും മനസ്സിൽ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ അവൾക്ക് 2 കൊച്ചു കുട്ടികളാണ്, അധികം പ്രായമൊന്നുമില്ല. എന്നിട്ടും അത് അവൾ കുറച്ച് ദൂരെയാണ് വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത്. എന്നിട്ടും അവിടെ വന്ന് പഠിച്ച് കുട്ടികളുടെ കാര്യം നോക്കി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്യുന്നില്ലേ. അങ്ങനെ വേണം പെൺപിള്ളേർ എന്ന്. അപ്പോൾ എനിക്ക് അവളോട് ഭയങ്കര ബഹുമാനം തോന്നി. ഇത് ഞാൻ നിങ്ങളോട് 2-3 ദിവസം കൊണ്ട് പറയണമെന്നറിയാം, പക്ഷേ ഇതങ്ങ് വിട്ടു പോകും. ഞാൻ എഴുതി വെച്ച് ഇതെന്തായാലും പറയും. അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നീട് പഠിക്കണം, മനസ്സിലുണ്ട് ആഗ്രഹം പഠിക്കണമെന്ന്. പക്ഷേ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കളിയാക്കുമോ എന്നുള്ള പേടി കൊണ്ടൊക്കെ പഠിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ. പഠിത്തം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതൊരു അന്തസ്സ് തന്നെയാണ് എന്ന് പറയാമല്ലോ, പഠിക്കുക എന്ന് പറയുന്നത്. വീണ്ടും പഠിക്കുന്നത് സമൂഹത്തിലൊരു എന്താ പറയുക, നമുക്കൊരു സ്ഥാനം കൂടെ കിട്ടുകയാണ്. കണ്ടോ, അവർക്ക് പഠിക്കാനുള്ള. ഇപ്പം തന്നെ എനിക്ക് അവളോട് എന്ത് സ്നേഹം കൂടിയെന്നറിയാമോ, അങ്ങനെ അവൾ ചിന്തിച്ചത്. ഇപ്പം എനിക്ക് പഠിക്കണമെന്നോ, എന്തൊക്കെയോ കോഴ്സ് എനിക്ക് പഠിക്കണം. ഇപ്പം
പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ കോഴ്സിൻ്റെ കാര്യം ഞാൻ ആദ്യം എൻ്റെ കാര്യങ്ങളെല്ലാം വായിച്ചു, ദൈവം ഇത് പഠിക്കാൻ പറ്റുന്നതിന് ഫീസൊക്കെ നോക്കും, ഇത്രയും പൈസ ഉണ്ടെങ്കിൽ അത് പഠിക്കും. എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് PhD ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് ഈശ്വരൻ സഹായിച്ചാൽ എനിക്ക് വരുമാനമായാൽ തീർച്ചയായിട്ടും ഞാൻ ആ മേഖലയിലേക്ക് ഒന്ന് നോക്കുന്നതായിരിക്കും. പറ്റുമോ ഇല്ലയോ എന്ന്. പറ്റും എന്ന് പഠിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അതിന് ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പൈസയൊക്കെ ചിലവാകുന്നു. അപ്പം പൈസ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ലാതെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാവും. നമ്മൾ എത്രയും പഠിക്കുന്നു, അത് എന്തെല്ലാം പഠിക്കാൻ പറ്റുമോ അതെല്ലാം പഠിക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഇരിക്കാനും പറ്റും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങും, പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരെല്ലാവരും പഠിക്കാൻ തുടങ്ങിക്കോളും. ഓക്കെ.